സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ ശക്തി കുറയുന്നു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. അതേസമയം കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യത നിലനിൽക്കുന്നതിനാൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം അനുസരിച്ച് അടുത്ത ആഴ്ച അവസാനത്തോടെ സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തി പ്രാപിക്കാനും ചിലയിടങ്ങളിൽ കനത്ത മഴ ലഭിക്കാനും സാധ്യതയുണ്ട്. ജനങ്ങൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ ശക്തി കുറച്ച് കുറയുന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിലൊക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത കുറവാണ് എന്നാണ് വിലയിരുത്തൽ. എന്തായാലും കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനുമൊക്കെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളൊക്കെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം അനുസരിച്ച് അടുത്ത ആഴ്ച അവസാനത്തോടെ വീണ്ടും സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കാനും ചിലയിടങ്ങളിൽ കനത്ത മഴ ലഭിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ജാഗ്രതയും ഒക്കെ പാലിക്കണമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. ാട് 1.5 വയസ്സുകാരൻ അർഷിദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനുണ്ടായ വീഴ്ചയിൽ കർശന നടപടിയുമായി സർക്കാർ. കുഞ്ഞിന് പരിക്കേറ്റ വിവരം കൃത്യസമയത്ത് ലഭിച്ചിട്ടും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതിരുന്ന താൽക്കാലിക ജീവനക്കാരനെ ജോലിയിൽ നിന്നും പുറത്താക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ അടിയന്തര നിർദ്ദേശം നൽകി. ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസ് ഹെൽപ്പ് ലൈനിലെ ടെലിഫോൺ ഓപ്പറേറ്ററെ പുറത്താക്കാനാണ് നിർദ്ദേശം. മെയ് 23-നാണ് രണ്ടാനച്ഛൻ അഷ്കറിന്റെ മർദ്ദനമേറ്റ് 1.5 വയസ്സുകാരൻ കൊല്ലപ്പെട്ടത്. കുട്ടിയുടെ ശരീരത്തിലാകെ 91 മുറിവുകൾ ഉണ്ടായിരുന്നതായും വാരിയലുകൾ തകർന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. കുട്ടിയുടെ 2 കൈകളും ഒഴിഞ്ഞ നിലയിലുള്ള ഫോട്ടോ സഹിതം ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ വിവരം അറിയിച്ചിട്ടും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ ഇത് നിസ്സാരമായി തള്ളിക്കളയുകയായിരുന്നുവെന്നാണ് കുട്ടിയുടെ അമ്മൂമ്മയുടെ ആരോപണം. കുഞ്ഞിനെ തങ്ങൾക്ക് വിട്ടു നൽകണമെന്ന് അമ്മൂമ്മ ആവശ്യപ്പെട്ടെങ്കിലും അതിന് മാർഗമില്ലെന്നും കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്നും പറഞ്ഞ് ജീവനക്കാരൻ ഒഴിഞ്ഞു മാറിയെന്നും ആരോപണമുണ്ട്. CUET PG പരീക്ഷയെ ചൊല്ലിയും വിവാദം. പൊതു അറിയിപ്പ് നൽകാതെ രണ്ടാമതും പരീക്ഷ നടന്നെന്നാണ് ആരോപണം. പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷ നടന്നത് മാർച്ച് 11-നാണ്. പുറത്തിറക്കിയ ഉത്തരസൂചികയിൽ മാർച്ച് 11 കൂടാതെ മാർച്ച് 30-നും പരീക്ഷ നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. CUET PG പരീക്ഷ മാർച്ച് 27-ന് അവസാനിച്ചെന്നാണ് NTA അറിയിപ്പ്. ഇതോടെയാണ് വിദ്യാർത്ഥികൾ ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ആർക്കുവേണ്ടി പരീക്ഷ നടത്തിയെന്ന ചോദ്യമാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്നത്. പുനഃപരീക്ഷയാണെങ്കിൽ ഏതൊക്കെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയെന്നും വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. പരീക്ഷാഫലം ഏപ്രിൽ 24-ന് പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്ര സർവകലാശാലകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിനായി നടത്തുന്ന പരീക്ഷയാണ് CUET. ഈ വിഷയത്തിലാണ് ഇപ്പോൾ വലിയ വിമർശനം ഉണ്ടായിട്ടുള്ളത്. ഈ CUET PG പരീക്ഷയെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദം ഉണ്ടായിട്ടുള്ളത്. പൊതു അറിയിപ്പ് നൽകാതെ രണ്ടാമതും പരീക്ഷ നടന്നു എന്നൊരു ആരോപണമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയാണ് നടന്നത്. മാർച്ച് 11-നാണ് ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിന്റെ പരീക്ഷ നടന്നത്. പക്ഷേ പുറത്തിറക്കിയ ഉത്തരസൂചികയിൽ മാർച്ച് 11 കൂടാതെ മാർച്ച് 30-നും പരീക്ഷ നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. CUET PG പരീക്ഷ മാർച്ച് 27-ന് അവസാനിച്ചു എന്നാണ് NTA അറിയിപ്പ് ലഭിച്ചത്. ഇതോടെയാണ് വിദ്യാർത്ഥികൾ ചോദ്യങ്ങളുമൊക്കെയായി രംഗത്തെത്തിയത്. 27-ന് പരീക്ഷ അവസാനിച്ചെങ്കിൽ മാർച്ച് 30-ന് ആർക്ക് വേണ്ടിയാണ് പരീക്ഷ നടത്തിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉയർത്തിയിട്ടുള്ളത്. പുനഃപരീക്ഷയാണെങ്കിൽ ഏതൊക്കെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി എന്നൊരു ചോദ്യം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്.
ഏപ്രിൽ 24-നാണ് ഫലം പ്രഖ്യാപിച്ചത്. എന്തായാലും ഈ ഒരു വിഷയം വലിയൊരു വിവാദമാകുകയാണ്. ഈ വിഷയത്തിൽ ഇതുവരെയും NTA പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും 2 തവണ പരീക്ഷ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ്? മാർച്ച് 27-ന് പരീക്ഷ അവസാനിച്ചു എന്ന ഒരു ഉത്തരവിറക്കിയതിനു ശേഷം മാർച്ച് 30-ന് ആർക്ക് വേണ്ടി പരീക്ഷ നടത്തി എന്നൊരു ചോദ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു വിവാദം തന്നെ ഈ ഒരു വിഷയത്തിലുണ്ട്. ഇപ്പോൾ നീറ്റ് പരീക്ഷയിൽ വലിയ ഒരു വിവാദം രാജ്യം ഒട്ടാകെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു PG പരീക്ഷ CUET PG പരീക്ഷയിലും ഇപ്പോൾ വിവാദമുണ്ടായിട്ടുള്ളത്. പൊതുഅറിയിപ്പ് നൽകാതെ രണ്ടാമതും പരീക്ഷ നടന്നു എന്നൊരു ആരോപണമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. സയൻസ് പരീക്ഷ, പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷ നടന്നത് മാർച്ച് 11-നാണ്. മാർച്ച് 11 കൂടാതെ മാർച്ച് 30-നും പരീക്ഷ നടന്നതായി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വലിയ വിമർശനമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെയും NTA പ്രതികരിച്ചിട്ടില്ല. BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി ഇടതുപക്ഷ സംഘടനകൾ. തന്നെ മർദ്ദിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് ശ്രീകുമാറിന്റെ ഭാര്യ പ്രിയങ്ക പരാതി ഉന്നയിച്ചിരുന്നു. സംഭവത്തിൽ കേസെടുത്ത മതിലകം പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇതിനിടെ മർദ്ദനത്തിനെതിരെയും ചികിത്സയ്ക്ക് സഹായം ആവശ്യപ്പെട്ടപ്പോൾ മന്ത്രി OJ ജനീഷ് അവഗണിച്ചു എന്ന ആരോപണവും പരാതിക്കാരി ഉന്നയിച്ചിരുന്നു. മന്ത്രിയുടെ അവഗണന സത്യപ്രതിജ്ഞാ ലംഘനവും ഭരണഘടനാ ലംഘനവുമാണെന്നും വിഷയം അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് DYFI മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് AIYF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ മതിലകത്ത് പ്രതിഷേധവും നടന്നിരുന്നു.